എസ് ത്രിവിക്രംജി, ഇടുക്കിക്കാരനായിട്ടുള്ള അഡ്വക്കേറ്റ് സേനാപതി വേണു ചോദിച്ചത് കണ്ടല്ലോ അല്ലേ? പെട്ടെന്ന് പുതിയ ഡാം പണിയുക എന്നുള്ളത് പ്രായോഗികമല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തുരങ്കം പണിയുക എന്നുള്ളതാണ് ആശാസ്യമായിട്ടുള്ള മാർഗം. പക്ഷേ എങ്കിലും ഇടുക്കിക്കാർക്ക് അറിയേണ്ടത് അവർക്ക് മനസ്സമാധാനത്തോടെ ഉറങ്ങേണ്ടിയിരിക്കുന്നു. അതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി, ആ ചോദിച്ച സമസ്യയ്ക്കൊരു മറുപടി നൽകുന്നത് നന്നായിരിക്കും. വാസ്തവത്തിൽ നമുക്ക് നമ്മുടെ മുന്നിലുള്ള പോംവഴികൾ എന്താണ്, ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മഴ വരുന്നതിന് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, അളവോ തോതോ. പക്ഷേ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് ഈ പറയുന്ന സ്ലൂയിസ് ഗേറ്റ്സ് പെരിയാറിലേക്ക് ഒഴുക്കി വിടുന്ന അവിടെ അത് ക്ലോസ് ഡൗൺ ചെയ്യാമെന്നാണ്. എന്നാലും റിസർവോയറിൽ വെള്ളം കയറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ തമിഴ്നാടിനോട് നമ്മളിനി കൂടുതൽ വെള്ളം കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടാൽ അവർ ഒരു വേള പറയുമായിരിക്കും അവരുടെ കപ്പാസിറ്റി, ആ ഡക്റ്റിൻ്റെ കപ്പാസിറ്റി അതൊരു വിലങ്ങ് തടിയാണെന്ന്. പക്ഷെ ഒന്ന് കൂടെ ഞാൻ പറയാം, ആ പ്രദേശത്ത് ഭൂകമ്പം കൊണ്ട് ഈ അണ തകരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. ആ പ്രദേശത്ത് സൈസ്മോമീറ്റർ വെക്കാനായിട്ട് തമിഴ്നാട് അനുവദിക്കില്ല എന്ന് പല പ്രാവശ്യം പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. പക്ഷെ തൊട്ടടുത്ത് ഇടുക്കി റിസർവോയർ ഇൻഡ്യൂസ്ഡ് സൈസ്മിസിറ്റി എത്രത്തോളം ഉണ്ടെന്നറിയാനായിട്ട് കറക്റ്റായിട്ട് മോണിറ്ററിങ് നടത്തുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ മെഷീൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് അവർ പരിശോധിക്കുന്നുണ്ട്. പിന്നെ ഇടുക്കിയും നമ്മുടെ തേക്കടിയുമായിട്ട് അല്ലെങ്കിൽ പെരിയാർ തടാകവുമായിട്ട് ഉള്ള അകലം ജിയോളജിക്കലി ഒരു ഭീമമായ അകലമല്ല. പിന്നെ നമുക്ക് വേറെന്ത് ചെയ്യാം? അപ്പോൾ സൈസ്മോമീറ്റർ മുല്ലപ്പെരിയാർ ആറിന് സമീപത്ത്, ആ റിസർവോയറിന് സമീപത്ത് നമുക്ക് വെക്കാം, തേക്കടിയിൽ വെക്കാം, നമ്മുടെ സ്ഥലമാണ്. പക്ഷേ അവിടെ അത് ചെയ്യാനായിട്ട് വാസ്തവത്തിൽ ഗവൺമെൻറ് മുന്നോട്ട് വരണം. അല്ലെങ്കിൽ ഗവൺമെൻറ് മുന്നോട്ട് വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏജൻസിയെക്കാളും കേന്ദ്ര ഗവൺമെൻറ് ഒരു ഏജൻസി ഏർപ്പെടുത്തിയാൽ അവരത് ചെയ്യും. ഒന്ന് അത്. രണ്ട്, ഇവിടെ മാന്യദേഹം സൂചിപ്പിച്ച പോലെ ആ റിസർവോയർ ലെവൽ കുറയ്ക്കുക, അല്ലാതെ വേറെ ഒരു മാർഗവും നമ്മുടെ മുന്നിലുണ്ടെന്ന് ധരിക്കരുത്. ഇത്രയും നേരം ചർച്ച ചെയ്തപ്പോൾ, ഈ ചർച്ച കേട്ടപ്പോൾ, ഇതിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് തോന്നിയത് തമിഴ്നാട് നമ്മളെ ദ്രോഹിക്കണമെന്നുള്ള ഉദ്ദേശം കൊണ്ടല്ല, പക്ഷേ അവരുടെ ചില താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി, അതിനു വേണ്ടിയാണ് അവർ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ആർഗ്യുമെൻറ്റ് ഈ ടണൽ പണിയുമ്പോൾ അതിൻ്റെ ഇൻടേക്ക് ഡെപ്ത് ഏറ്റവും താഴെ ഫീസിബിളായിട്ടുള്ളൊരു ലെവൽ വെക്കാൻ വേണ്ടി തന്നെ കേരള ജനത ഒന്നാകെ ആവശ്യപ്പെടണം. പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെൻറ്റുകൾ, കേന്ദ്ര ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ മുൻകൈയെടുത്ത് ഇത് നടപ്പാക്കുകയും വേണം. ഓക്കെ, ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്. വളരെ ലളിതമായ കൊച്ചു കാര്യങ്ങളാണ്. ഒന്ന്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡാം സേഫ്റ്റി അതോറിറ്റി ഉണ്ട്, സെൻട്രൽ വാട്ടർ കമ്മീഷനുണ്ട്. അവരുടെ ടീമിനെ അവിടെ ഫുൾ ടൈം അവരുടെ ഒരു ഓഫീസ് തീർച്ചയായിട്ടും ഒരു റീജിയണൽ ഓഫീസായിട്ട് അവിടെ തുറക്കണം. അതിനകത്ത് തമിഴ്നാട്ടിലെ ആളുകൾ ഉദ്യോഗസ്ഥരിരുന്നോട്ടെ, ഡെപ്യൂട്ടേഷനിലോ വർക്ക് അറേഞ്ചുകൊണ്ട് കേരള ആളുകൾ ഇരിക്കട്ടെ. ഒറ്റ ഓഫീസാണല്ലോ. നമ്മൾ ഇത്രയും സൗഹൃദമായി പോകുന്ന സ്റ്റേറ്റിന് പിന്നെ ഓരോരുത്തർ ഓഫീസിൽ ഇരുന്ന് എല്ലാം മോണിറ്റർ ചെയ്യാമല്ലോ. നമ്പർ 1. നമ്പർ 2, ഇതിനെ സംബന്ധിച്ച് കൃത്യമായൊരു വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഈ ധവളപത്രം എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു പേപ്പർ, ഗ്രീൻ പേപ്പർ എന്ന് പറയാൻ, ഒരു ഗ്രീൻ പേപ്പർ. അതായത് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യണം. എന്താണ് ആ ഡാം, അതിന് ഇങ്ങനെ ആശങ്കകൾ വന്നാൽ എന്ത് സംഭവിക്കും, എന്താണ് അതിൻ്റെ സുരക്ഷിതത്വം, എന്താണ് നിങ്ങൾ എടുക്കേണ്ട പ്രിക്കോഷൻ എന്താണ്, നിങ്ങൾ അലാറം കേട്ടാൽ എന്ത് ചെയ്യണം. ഇപ്പം വേറെ ഒരു സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. വാണിംഗ് കൊടുക്കുമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത്. ശരി, വാണിംഗ് എപ്പോഴാണ്? രാത്രിയാണെങ്കിൽ എന്താണ് വാണിംഗ്? അപ്പോൾ നമ്മുടെ ഉണ്ടക്കൈമലയിൽ പാതിരാത്രിയല്ലേ പൊട്ടിയത്? എന്ത് വാണിംഗാണ്? ഉറങ്ങുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളെ ആകെ ഒന്ന് നന്നായി ആശങ്കപ്പെടുത്താനല്ല, അവർക്കൊരു ട്രെയിനിങ്ങും പരിശീലനവും ഒക്കെ കൊടുത്ത് അവരെയും കൂടി വിശ്വാസത്തിലെടുത്തുന്ന കുറച്ച് ടെക്നിക്കലായിട്ടുള്ള, പ്രൊഫഷണലായിട്ടുള്ള, പീപ്പിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. നമ്പർ 1. നമ്പർ 2, നമ്മളും കേന്ദ്ര ഗവൺമെൻറ്റും പിന്നെ തമിഴ്നാട് ഗവൺമെൻറ്റുമായി ചേർന്നുകൊണ്ട് നിലവിലുള്ള പഠനം നടത്തിയവരെ വെച്ചുകൊണ്ടുള്ള മീറ്റിംഗ് ആയിക്കോട്ടെ, ഇനി അത് അപര്യാപ്തമാണെന്ന് ആരെങ്കിലും ഒരു സ്റ്റേറ്റിന് തോന്നുകയാണെങ്കിൽ പുതിയ ടീം ആയിക്കോട്ടെ, അത് ഇൻ്റർനാഷണൽ ടീമോ ആരും ആയിക്കോട്ടെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതേത് വേണം. ഇപ്പം നമ്മളെല്ലാവരും ഈ ചാനലിൽ പങ്കെടുക്കുന്ന എല്ലാവരും പറയുന്നത് എന്താണ്?
പിന്നെ ടണൽ വേണം, പിന്നെ പുതിയ ഡാം വേണ്ട, അങ്ങനെ പല ചർച്ചകൾ വരുന്നുണ്ട്. ഗവൺമെൻറ് 1400 കോടി രൂപയുടെ പുതിയ ഡാമുമായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ കോൺട്രവേഴ്സി ഉണ്ട്. ഈ കോൺട്രവേഴ്സികൾ ഇല്ലാതാക്കേണ്ടതാരാണ്? തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ ലീഡർഷിപ്പോ ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പോ അല്ല, ഒരു എക്സ്പേർട്ട് ടീമാണ് അതിനകത്ത് അഭിപ്രായം പറയേണ്ടത്. അങ്ങനെ ഒരു അഭിപ്രായം കേൾക്കാൻ നമ്മൾ കാത്തിരിക്കുന്നു. എന്നെപ്പോലുള്ളവർക്ക് അതാണ് കാത്തിരിക്കുന്നത്. ഏറ്റവും എക്സ്പെർട്ടായിട്ടുള്ള ആളുകൾ പറയട്ടെ, അത് നാഷണൽ ലെവലിലോ ഇൻ്റർനാഷണൽ ലെവലിലോ ആയിക്കോട്ടെ, അവർ പറയട്ടെ ഇതാണ് നിങ്ങളുടെ മുന്നിലുള്ള സൊല്യൂഷൻ. അതിന് നിങ്ങൾ സ്റ്റേറ്റുകളും കേന്ദ്രവും അതിലേക്ക് വരണം. തമിഴ്നാടിന് അതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ അവർ ചെയ്യണം. നമ്മളാണ് വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യണം. അതെന്താണെന്ന് വെച്ചാൽ സേഫ്റ്റി ഈസ് ഫസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. യെസ്, ഷാജി സെബാസ്റ്റ്യൻ, പെട്ടെന്ന് സമയമില്ല, അതുകൊണ്ടാണ്. ആകെ ഒറ്റൊരു കാര്യം പറയാനുള്ളൂ. നമ്മുടെ ഗവൺമെന്റ് ഈ ടണലിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിനൊരു സർവേ നടത്താനായിട്ടുള്ള ഉത്തരവാദിത്വം വൈദ്യുതി ബോർഡിനെയും വാട്ടർ അതോറിറ്റി ടീമിനെയും, അതിൽ ആൾക്കാരെയൊക്കെ എനിക്ക് പരിചയമുള്ളവരുണ്ട്. ടണൽ എഞ്ചിനീയറിംഗിൽ ഹിമാചൽ പ്രദേശിൽ ടണൽ ഉണ്ടാക്കിയ ആൾക്കാർ റിട്ടയർ ചെയ്ത് വന്നവരുണ്ട്. അപ്പം അത് ആദ്യം ചെയ്യുക, അതിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക, ഡ്രോയിങ് ഉണ്ടാക്കുക. ദാറ്റ് ഇസ് നമ്പർ 1. നമ്പർ 2, ഈ ഡാം ക്യാപ്പിങ്, ആ ടെക്നോളജി ഇവിടെ പരിചയമായി വരുന്നതേ ഉള്ളൂ. അതായത് ഏകദേശം 1.5 മീറ്റർ കനത്തിൽ മേള് തൊട്ട് താഴെ വരെ ക്യാപ്പ് ചെയ്യുക. പിന്നെ മുമ്പേ വാൽവിന്റെ കാര്യം പറഞ്ഞല്ലോ, സ്ലൂയിസ്, അത് ഡെപ്ത് കൂട്ടുക, പുറത്തേക്ക് വെള്ളം തുറന്നു വിടാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യുക. അതിൽ ആദ്യം ഞാൻ പറഞ്ഞതിന് ഏകദേശം 100-150 കോടി രൂപയാവും. ക്യാപ്പിംഗ് ചെയ്യണമെങ്കിൽ 200 കോടി 250 കോടി രൂപയും. ആ പൈസ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒന്നുമല്ല. ഇറ്റ് ഈസ് നത്തിങ് ഫോർ സെൻട്രൽ ഗവൺമെന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് മുൻകൈ എടുത്ത് പഠിക്കുക, ഡ്രോയിങ് ഉണ്ടാക്കുക. ഇറ്റ് ഷുഡ് ബി ടെക്നിക്കൽ. കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. എന്നിട്ട് ഇറ്റ് ഷുഡ് ബി സബ്മിറ്റഡ് വിത്ത് സെൻട്രൽ ഗവൺമെന്റ്. ദാറ്റ്സ് വാട്ട് മൈ ഫൈനൽ ഒപ്പീനിയൻ. ഓക്കെ, സോമനാഥൻ. യെസ്, അതായത് ഇപ്പം നമ്മൾ ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്. എന്താണെന്ന് ഞാൻ പറയാം. അതായത് ഈ തമിഴ്നാടും കേരളവും ഈ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ഹാൻഡിൽ ചെയ്യുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. തമിഴ്നാട്ടിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. നമുക്കിവിടെ സെപ്പറേറ്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 3 വർഷം കൂടുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെ മാറ്റും. തമിഴ്നാടിൻ്റെ മുല്ലപ്പെരിയാർ സെഷനിൽ ഒരു ഉദ്യോഗസ്ഥൻ എൻട്രി കാറ്ററിൽ കയറി കഴിഞ്ഞാൽ അയാൾ സർവീസിൽ നിന്ന് വിരമിക്കുന്നതുവരെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ തുടരും. അത് കഴിഞ്ഞിട്ട് അയാൾ എക്സ്പെർട്ട് ആണെങ്കിൽ അയാൾക്ക് വീണ്ടും അവിടെ നിയമനം കൊടുക്കും. അതുകൊണ്ട് തന്നെ അയാൾ മുല്ലപ്പെരിയാറിൻ്റെ A to Z കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടായിരിക്കും അയാൾ ഓരോ പേപ്പറുകൾ മൂവ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ 3 വർഷം കൂടുമ്പോൾ ഉദ്യോഗസ്ഥൻ മാറുന്നത് കൊണ്ട് തന്നെ നിയമസഭയിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ മുൻപിലോ ഒരു കേസിന് ആവശ്യമായ ഡോക്യുമെന്റ്സ് ചോദിച്ചാൽ നിലവിലുള്ള ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത് അപ്പം തന്നെ തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് ആ പേപ്പർ മേടിക്കുക ചെയ്യുന്നത്. ഞാൻ ആധികാരികമായി തന്നെ ഇത് പറയുന്നത്. കാരണം നമ്മൾക്ക് കൃത്യമായി ഈ ഫയൽ പഠിച്ചു വരുന്ന ഉദ്യോഗസ്ഥരില്ല, വരുന്നവന് മാറിപ്പോകും. ഈ റിട്ടയർമെൻ്റ് ആയ കഴിഞ്ഞ ഉദ്യോഗസ്ഥന്മാരോട് നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് ചോദിച്ചാൽ അവർക്കും അതിനെക്കുറിച്ചൊരു ധാരണയില്ല. വളരെ ചുരുക്കം, വിരലിൽ എണ്ണാവുന്നവർ കാണും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തപ്പോൾ ഇതൊക്കെ ഓർത്ത് വെച്ചവർ. അല്ലാത്തവർ അതോടുകൂടി അവരുടെ കാലം കഴിഞ്ഞു എന്ന് വിചാരിച്ചു പോകുന്നവരാണ്. അപ്പം നമ്മൾ കേസ് നടത്തുന്ന എതിർ കക്ഷിയോട് തെളിവ് മേടിച്ചുകൊണ്ട് കോടതി പോകേണ്ട ഒരു ഗതികേടാണ് കേരളത്തിന് മുല്ലപ്പെരിയാർ പ്രശ്നത്തിലുള്ളത്. ഓക്കെ, എന്തായാലും ജനങ്ങളുടെ സുരക്ഷ അതാണ് പ്രധാനം, അല്ലേ? സേനാപതി വേണു, ഒറ്റ പറയാനുള്ളത് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പറയാം പെട്ടെന്ന്. ഞാൻ പറഞ്ഞത് ഈ ഡാം ക്യാപ്പിങ്, ഇത് ആ ഡാമെ തൊടാൻ തമിഴ്നാടുകാർ നമ്മളെ സമ്മതിക്കില്ല കേട്ടോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതില് നമ്മള് കേരളത്തിന്റെ വകയായി ഒരു പരിപാടിയും അതിൽ തൊടാൻ ചെന്ന് അവിടെ കയറാൻ പോലും അവര് അനുമതി നൽകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് തമിഴ്നാടിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനേ പറ്റത്തുള്ളൂ. അവരത് അതിന് അനുമതി കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആണ് എങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. പക്ഷെ ഇപ്പോ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാന ഇമ്മീഡിയറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ കർക്കിടക മാസം, ഇനിയിപ്പോ ഉടനെ ഈ മഴ ആഗസ്റ്റ് സെപ്റ്റംബർ വരെ നീളും എന്നുള്ളതാണ്. ഈ മേഘവിസ്ഫോടനവും ഇല്ലെങ്കിൽ ഈ രീതിയിലുള്ള മഴ അതിരൂക്ഷമായിട്ടുള്ള ഒന്ന് അത് ഉണ്ടായാൽ, അപ്പം ഇത് നിശ്ചയമായിട്ടും ഇപ്പോൾ വേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഈ ജലനിരപ്പ് അത് എത്ര പരമാവധി കുറച്ചിടാൻ പറ്റുമോ അത്രയും കുറച്ച് ഇടുക എന്നുള്ളതാണ്. മുല്ലപ്പെരിയാറിലെ ജലവും നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലവർഷം കാലഘട്ടത്തിലും അതുപോലെ തന്നെ തുലാവർഷം, നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ഈ 2 കാലഘട്ടത്തിലും അവിടെ വെള്ളം ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇത് ഇന്ന സമയത്ത് ഇത് നിറച്ചിടണം, അവിടെ നിറഞ്ഞു കിടന്നേ മതിയാവൂ എന്ന് വാശി പിടിക്കുന്നത് അതിലൊരു അർത്ഥവുമില്ല.
അതിന് എന്താ പറഞ്ഞ നയതന്ത്രപരമായിട്ടുള്ള രണ്ട് ഗവൺമെന്റുകൾ തമ്മിലുള്ള ചർച്ചകളും അത് അവരെ കൺവിൻസ് ചെയ്യുകയും, അതല്ലാതെ അവർക്ക് 5 ജില്ലയിൽ തേനി, മധുര, ദിണ്ടിഗൽ, ശിവഗംഗ, രാമനാഥപുരം ഈ 5 ജില്ലയിലെ കൃഷിയും ജനജീവിതവും ഇതിനെ ആശ്രയിച്ചിരിക്കുമ്പോൾ ഇവിടെ ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ അകത്തുനിന്ന് ഒരു തുള്ളി വെള്ളം കുറവ് വരാനോ അല്ലെങ്കിൽ അവർക്ക് ഇപ്പം നിലവിൽ അവർ അനുഭവിക്കുന്ന സൗഭാഗ്യം ഇല്ലായ്മ ചെയ്യാനോ അവരൊരിക്കലും തയ്യാറാവില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെള്ളം മുഴുവൻ പൊക്കോട്ടെ, നമുക്കിവിടെ വേണ്ടത് മനുഷ്യന് സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ആ സാഹചര്യം അവരെ കൺവിൻസ് ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ ഡാം ഇല്ല പുതിയത് കെട്ടുമെന്നോ പൊളിക്കുമെന്നോ എന്നൊക്കെ പറയുമ്പോൾ മുമ്പ് ഇവിടെ സൂചിപ്പിച്ച പോലെ പുതിയ എഗ്രിമെന്റും കരാറും ഒക്കെ വന്നു കഴിയുമ്പോൾ അതിന്റെ വ്യവസ്ഥകൾ എന്താണ്, അതൊന്നും അവർ സമ്മതിക്കില്ല. നിലവിലുള്ള വ്യവസ്ഥയിൽ അവർക്ക് വെള്ളം പൂർണ്ണമായിട്ട് കൊണ്ടുപോവുക, പക്ഷേ ആ വെള്ളത്തിന്റെ അളവ് അത് കഴിയുന്നത്ര എത്രമാത്രം കുറയ്ക്കാൻ നമ്മുടെ ഇടപെടലിലൂടെ കഴിയുമോ, അതാണ് ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കഴിയുന്നതും ഇടുക്കിയിലെ ജനങ്ങളോടും അതുപോലെ തന്നെ ഈ ഡാമിന്റെ താഴെ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന ആളുകളോട് ഒരു ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്നു. ഡാമിലെ വെള്ളം കുറയ്ക്കാനുള്ള അടിയന്തര നടപടികൾ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്.